പ്രിയപ്പെട്ടവരെ, 2025 മാർച്ച് മാസം 29-ാം തീയതി ഒരു ഭാഗിക സൂര്യഗ്രഹണം സംഭവിക്കുകയാണ്. ചന്ദ്രന്റെ ആരോഹണ ഭ്രമണപഥത്തിലെ നോഡിൽ ഒരു ഭാഗിക സൂര്യഗ്രഹണമാണ് സംഭവിക്കുന്നത്. ഇതിന്റെ തീവ്രത 0.9376 ആണ്. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ കടന്നു പോകുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഇത്തവണത്തെ സൂര്യഗ്രഹണം 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഗുണഫലങ്ങളെയും ദോഷഫലങ്ങളെയും സമ്മാനിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഗുണഫലങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വെറും ഗുണഫലങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഈ സൂര്യഗ്രഹണത്തിലൂടെ ചില നക്ഷത്രക്കാർക്ക് ചക്രവർത്തി യോഗം അഥവാ കോടീശ്വര യോഗം വന്നു ചേരുന്നതാണ്. ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ ഒരാള് ഒരു സുപ്രഭാതത്തില് കോടീശ്വരനാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ ചിലർക്ക് കോടീശ്വരനാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിലൂടെയാവാം കോടീശ്വരനാകാനുള്ള ആ അവസരം കൈവരുന്നത്. ചിലർക്കാണെങ്കിലോ പെട്ടെന്നൊരു ബിസിനസ്സിലൂടെ ലക്ഷാധിപതിയോ അല്ലെങ്കിൽ കോടീശ്വരനോ ഒക്കെ ആകാൻ സാധിക്കും. ചിലർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ആയിരിക്കും ചിലപ്പോൾ വമ്പൻ ലാഭങ്ങൾ ലഭിക്കുക. മറ്റു ചിലർക്ക് നമ്മൾ ഭാഗ്യം പരീക്ഷിക്കുന്ന ലോട്ടറിയിലൂടെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സഹായിച്ചോ ഒക്കെ കോടീശ്വരനൊക്കെ ആയി മാറാനുള്ള സാധ്യതയും കാണുന്നു. എങ്കിലും ഇത്തവണത്തെ സൂര്യഗ്രഹണം ചില നക്ഷത്രക്കാർക്ക് മിന്നുന്ന ഭാഗ്യങ്ങളാണ് സമ്മാനിക്കുന്നത്. അതിൽ 9 നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യയോഗമാണ് കൈവരുന്നത്. ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ തീർച്ചയായും സർപ്രൈസ്ഡ് ആയി പോകുന്നതാണ്. അപ്പോൾ ഈ സൂര്യഗ്രഹണം മാർച്ച് മാസം 29-ാം തീയതി സംഭവിക്കുമ്പോൾ ഈ സൂര്യഗ്രഹണത്തിന്റെ പ്രഭാവം കൊണ്ട് മാത്രമല്ല നമ്മൾക്ക് ഈ യോഗം കൈവരുന്നത്. മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തോടുകൂടി നമുക്ക് ഇതിന്റെ പ്രയോജനങ്ങൾ ലഭ്യമായി തുടങ്ങുന്നതാണ്. 2025 മെയ് മാസം 14-ാം തീയതിയോടെയാണ് വ്യാഴം രാശി മാറുന്നത്. അതുപോലെ തന്നെ നമുക്ക് മേടവിഷു സംക്രമവും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഈ ചക്രവർത്തി യോഗത്തിന് തുല്യമായിട്ടുള്ള ഫലങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതിനെ ചിലരൊക്കെ രാജയോഗമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഫലത്തെ മുൻനിർത്തി ഇതിനെ തീർച്ചയായും ചക്രവർത്തി യോഗമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. നമുക്ക് ഒട്ടേറെ ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇനി നമുക്ക് മുന്നിൽ തെളിയുന്നത്. മെയ് മാസം 9-ാം തീയതി മുതൽ ഡിസംബർ മാസം 23-ാം തീയതി വരെ ഇതിന്റെ ശക്തിപ്രഭാവം നിലനിൽക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിന്റെ ഭാഗ്യം സിദ്ധിക്കുന്ന കൂറുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനം മഹാഭാഗ്യം കൈവരിക്കുന്ന 9 നക്ഷത്രങ്ങളെ കൂടി പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. അതിനു മുന്നേ ആയിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് മഠത്തിൽ ചില പൂജാ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര്, വയസ്സ്, നക്ഷത്രം എന്നിവ കൂടി ഈ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയായി മാറുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് മേടക്കൂറുകാരെ കുറിച്ചാണ്. ഇതിൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം എന്നിവയാണുള്ളത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന സൂര്യഗ്രഹണം കുറേയധികം സാമ്പത്തിക നേട്ടങ്ങളെ സമ്മാനിക്കുന്നതാണ്. പൂർവികമായുള്ള സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതിന് ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണ് ഇത്. ഇൻഷുറൻസ്, ചിട്ടി, ലോൺ മുതലായവയിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം കൈവരുന്നതാണ്. ഊഹക്കച്ചവടങ്ങളിൽ ഒരു കാരണവശാലും എടുത്തു ചാടരുത്. കാരണം അത് നിങ്ങൾക്ക് ആദ്യം നേട്ടത്തെ സമ്മാനിക്കുമെങ്കിലും പിന്നീട് നിങ്ങളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടെന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ നേട്ടം ആഗ്രഹിക്കുന്ന ഒരാളും ഊഹക്കച്ചവടത്തിലൂടെ നേട്ടം കൈവരിക്കാമെന്ന് വിചാരിച്ച് എടുത്തു ചാടരുത്. ഇനി ഇടവക്കൂറിലേക്ക് വരാം. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം അര എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലൂടെയാണ് ഇവർക്ക് ധനമേന്മ ലഭ്യമാകുക. ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ധനം ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുവാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണ് ഇത്. നിങ്ങളുടെ സന്മനസ്സിന്റെ പ്രതിഫലമായി ചില വ്യക്തികൾ നിങ്ങൾക്ക് സമ്മാനമായി ധനം നൽകുവാനും സാധ്യതയുണ്ട്.
ലോട്ടറി മുതലായ ഭാഗ്യപരീക്ഷണങ്ങളും നിങ്ങൾക്ക് ഈ കാലയളവിൽ നേട്ടത്തെ സമ്മാനിക്കുന്നതായിരിക്കും. ഇനി മിഥുനക്കൂറിലേക്ക് വരാം. മകയിരം അര, തിരുവാതിര, പുണർദത്തിൽ മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവർദ്ധനവുണ്ടാകുന്ന കാലയളവാണിത്. മുൻകാലങ്ങളിൽ ചെയ്ത ചില തൊഴിലുകൾക്ക് ശമ്പളം കിട്ടാതെ മുടങ്ങിക്കിടന്നിട്ട് അത് തിരിച്ചു കിട്ടുവാനുള്ള കാലയളവാണിത്. ഉദാഹരണമായിട്ട് ചില ട്രഷറി ബില്ലുകൾ മാറുക, ചില കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്ത് കിട്ടുക മുതലായവയൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നതാണ്. മാത്രവുമല്ല, ഭാര്യ ഭർത്തൃ സ്വത്ത് വിഹിതം ലഭിക്കുവാനും കൂടിയുള്ള കാലഘട്ടമാണിത്. വസ്തുവകകൾക്ക് പ്രതീക്ഷിച്ച ലാഭത്തിൽ വിറ്റ് ധനം സമ്പാദിക്കുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതാണ്. ചില പ്രത്യേകതരം ഇടപാടുകളിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കമ്മീഷനും ലഭിക്കുന്നതാണ്. ഇനി കർക്കിടകക്കൂറിലേക്ക് വരാം. പുണർദത്തിൽ കാല്, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. പുതിയ തൊഴിൽ മാറ്റത്തിലൂടെയാണ് നിങ്ങൾക്ക് ധനലബ്ധി കൈവരിക. വിദേശ രാജ്യത്ത് പോയി സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിഞ്ഞു വരുന്നതാണ്. വിദേശ രാജ്യത്തുള്ള ബമ്പർ നറുക്കെടുപ്പിലൂടെ നേട്ടം കൈവരിക്കുവാനും ഈ കാലയളവ് അനുകൂലമാണ്. ഇലക്ട്രോണിക്, തുകൽ മുതലായ ബിസിനസ്സുകളിലൂടെ നിങ്ങൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവ് അത്ര കണ്ട് ശോഭനമല്ല. ഇനി ചിങ്ങക്കൂറിലേക്ക് വരാം. മകം, പൂരം, ഉത്രത്തിൽ കാല് എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം മാടി വിളിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് തന്നെ പറയാവുന്നതാണ്. മെയ് 21 മുതൽ നവംബർ 12 വരെയുള്ള കാലഘട്ടം ഇവർക്ക് സുശോഭനമാണ്. അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗങ്ങൾ ഇവർക്ക് ഉണ്ടായി വരുന്നതാണ്. തൊഴിലിൽ അഭിവൃദ്ധിയും സ്ഥാനമാനങ്ങൾ ലഭ്യമാകുകയും ബിസിനസ്സിൽ നിന്നുള്ള നേട്ടവും കൈവരുന്നതാണ്. കലാപരമായ മേഖലകളിൽ നിന്നും സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി കന്നിക്കൂറിലേക്ക് വരാം. ഉത്രത്തിൽ മുക്കാൽ, അത്തം, ചിത്തിര ആര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇടനിലക്കാർ എന്ന രീതിയിൽ ധനസമ്പാദന യോഗത്തിന് യോഗം കാണുന്നുണ്ട്. മുതലാളിമാരുടെ പ്രീതി കൊണ്ട് ധാരാളം സ്വത്തുവകകൾ സമ്പാദിക്കുന്നതിനും ഈ കാലയളവ് അനുകൂലമാണ്. തിരഞ്ഞെടുപ്പുകളിൽ നിന്നുള്ള നേട്ടങ്ങൾ ധനാഗമനത്തിന് വഴിയൊരുക്കുന്നതാണ്. സിനിമ, സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശോഭനമായ ഭാവി കാണുന്നുണ്ട്. നിധി കിട്ടുക, സ്വർണം കിട്ടുക മുതലായവയൊക്കെ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി തുലാക്കൂറിലേക്ക് വരാം. ചിത്തിര ആര, ചോതി, വിശാഖത്തിൽ മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധ്വാനത്തിന്റെ മികവ് കൊണ്ടാണ് ധനസമ്പാദന യോഗം കൈവരുന്നത്. അഴിക്കാൻ പറ്റാത്ത കുരുക്കുകളിൽ പെട്ടുകിടക്കുന്ന ചിലരെ രക്ഷിച്ചു കൊടുക്കുന്നതിലൂടെ ധനസമ്പാദന യോഗത്തിന് സാധ്യത കാണുന്നു. തൊഴിലിൽ നിന്ന് കീർത്തിയും ധനസമ്പാദന യോഗവും കാണുന്നു. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത തൊഴിൽ മുന്നേറ്റങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് വച്ചടി കയറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറിലേക്ക് വരാം. വിശാഖത്തിൽ കാല്, അനിഴം, കേട്ട എന്നീ നക്ഷത്രക്കാർ ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണം ഏറിയ കാലഘട്ടമായിരിക്കും ഇത്. ഇവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മികവ് ലഭ്യമാകുന്നതാണ്. പുതുതായി ആരംഭിക്കുന്ന സംരംഭങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കാനാകുന്നതാണ്. മത്സര പരീക്ഷകളിൽ അവാർഡ്, പ്രശംസ മുതലായവ ലഭ്യമാകുന്നതാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ലഭ്യമാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ്. ധനപരമായ മുന്നേറ്റങ്ങൾക്ക് സഹായകമാകുന്ന സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. പൂർവാർജിത സ്വത്ത് ഷെയറായി ലഭ്യമാകുന്നതാണ്. ഇനി ധനുക്കൂറിലേക്ക് വരാം. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുക്കൂറ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും ഇത്. തൊട്ടാൽ പൊന്നാകുന്ന കാലഘട്ടം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ചിട്ടി, ലോണ് മുതലായവ ഈ കാലയളവിൽ ലഭ്യമാകുന്നതാണ്. ദീർഘകാലമായി വിൽക്കാതെ കിടന്നിരുന്ന വസ്തുവകകൾ നിങ്ങൾ പ്രതീക്ഷിച്ച തുകയ്ക്ക് വിറ്റുപോകുന്നതാണ്.
ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയാം വണ്ണം നിർവഹിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ധനലാഭം ഉണ്ടായി വരുന്നതാണ്. ഇനി അടുത്തതായി മകരക്കൂറിലേക്ക് വരാം. ഉത്രാടത്തിൽ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൽ അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേന്മ കൂടിയ കാലഘട്ടമായിരിക്കും ഇത്. പുറംതൊഴിലുകളിൽ നിന്ന് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാകുന്നതാണ്. വിദേശ രാജ്യങ്ങളിലുള്ള സന്ദർശനം ധനവരവിന് മാറ്റുകൂട്ടുന്നതാണ്. സ്വർണം, പണം മുതലായവ സമ്മാനമായി ലഭ്യമാകുന്നതാണ്. ദീർഘകാലമായി നഷ്ടത്തിലായിരുന്ന ബിസിനസ്സുകൾ പുഷ്ടിപ്പെടുന്നതിനും ഈ കാലയളവ് അനുകൂലമാണ്. ഇനി കുംഭക്കൂറ്. അവിട്ടം, അരയും, ചതയം, പൂരുരുട്ടാതി, മുക്കാല് എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ക്രയവിക്രയത്തിലൂടെയായിരിക്കും ഇവർക്ക് നേട്ടത്തെ കൈവരിക്കാനാകുന്നത്. അപ്രതീക്ഷിതമായ തൊഴിൽ നേട്ടങ്ങളും ബിസിനസ്സിൽ പടിപടിയായിട്ടുള്ള വളർച്ചയും പ്രതീക്ഷിക്കാവുന്നതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിലൂടെ മുടങ്ങിക്കിടന്നിരുന്ന സംരംഭങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനും നേട്ടം കൈവരിക്കുവാനും ആകുന്നതാണ്. തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റം ധനവരവിനെ കാര്യമായി സ്വാധീനിക്കും. ഇനി മീനക്കൂറിലേക്ക് വരാം. പൂരുരുട്ടാതി കാലും, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിയിലൂടെയായിരിക്കും ഇവർക്ക് ധനലാഭം ഉണ്ടായി വരിക. മികച്ചതായ ആസൂത്രണത്തിലൂടെ തീരെ താഴെ നിലയിലുണ്ടായിരുന്ന സംരംഭങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനും മധ്യസ്ഥത വഹിച്ച് നല്ല കമ്മീഷൻ നേടുവാനും ആഭരണം, വജ്രം തുടങ്ങിയവ ലഭ്യമാകാനും ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണിയിലൂടെ മികച്ച നേട്ടം കൈവരിക്കുവാനും പൂർവിക സ്വത്തുക്കൾ വീതം വച്ച് ലാഭം നേടുവാനും കുടുംബത്തിലൊരാൾക്ക് ഉന്നതമായ ജോലിയിലൂടെ നല്ല ധനസമ്പാദന യോഗം ലഭ്യമാകുവാനും സാധ്യത കാണുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെയാണ് ഈ സൂര്യഗ്രഹണത്തിലൂടെ 27 നക്ഷത്രക്കാർക്ക് കൈവരുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയായി കഴിയും. പക്ഷേ ചുമ്മാ ഇരുന്നിട്ട് ഈ നേട്ടങ്ങളെല്ലാം കൈവരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വെറും പൊട്ടത്തരമാണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം അത് ഈശ്വരനല്ലോ എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ നമ്മുടെ തൊഴിൽ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നുള്ള നേട്ടം നമുക്ക് കൈവരിക്കാനാകൂ. അല്ലാതെ ഒരു ലോട്ടറി എടുത്തിട്ട് നാളെ ചക്രവർത്തി യോഗം ലഭിക്കുമെന്ന് വിചാരിച്ച് ഇരിക്കുന്നത് മൂഢത്തരമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ കൃത്യമായി ചെയ്യുക. അതിനോടൊപ്പം ചില ഭാഗ്യപരീക്ഷണങ്ങളും കൂടെ ആകുന്നതിൽ തെറ്റില്ല. അപ്പോൾ രണ്ടിലൂടെയും നിങ്ങൾക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഇതിനെല്ലാം പ്രധാനമായിട്ട് വേണ്ടത് നിങ്ങളുടെ ഈശ്വരവിശ്വാസവും കൃത്യമായ പ്രാർത്ഥനയുമാണ്. ഇവ രണ്ടും ഒത്തുചേർന്നാൽ മാത്രമേ നമ്മുടെ കർമ്മത്തിന് ഒരു പുഷ്ടി വരൂ. അതിലൂടെ മാത്രമായിരിക്കും നിങ്ങൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുക. നല്ല ഈശ്വരാനുഗ്രഹത്തോടു കൂടി മുന്നോട്ടു പോകുന്നവർക്ക് ഈ സൂര്യഗ്രഹണത്തിലൂടെ മികച്ചതായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് സർപ്രൈസായിട്ട് വച്ചിരുന്ന ആ 9 നക്ഷത്രങ്ങളെയും അവയ്ക്ക് കൈവരുന്ന നേട്ടങ്ങളെയും ഒന്ന് നോക്കാം. ഭരണി, രോഹിണി, പൂയം, ആയില്യം, ചിത്തിര, അനിഴം, മൂലം, തിരുവോണം, അവിട്ടം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ പ്രപഞ്ചത്തിന്റെ പൂർണ്ണമായ ശക്തിപ്രഭാവം വന്നുചേരുന്ന ഒരു കാലയളവാണിത്. ഈ സമയം നിങ്ങളുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കുകയും സൂര്യദേവനെ നന്നായി പ്രാർത്ഥിച്ച് പ്രീതി വരുത്തുകയും വേണം. പക്ഷെ ഒന്നുണ്ട്, ശിവപ്രീതി ഇല്ലെങ്കിൽ സൂര്യപ്രീതിയും ഇല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ തുടർച്ചയായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുകയും കഴിവിനൊത്ത വഴിപാടുകൾ ചെയ്യുകയും അത്യാവശ്യമാണ്. നമ്മളിവിടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ വ്യത്യസ്ത പ്രായത്തിലുള്ള ആൾക്കാരായിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ദശയും അന്തർദശയും ഒരേ നക്ഷത്രമാണെങ്കിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അവയിലുണ്ടാകുന്ന സ്വാധീനം നിങ്ങളുടെ ഭാഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്താം എന്നുള്ള കാര്യവും പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ദശാപരമായിട്ട് മോശം കാലയളവിലൂടെ കടന്നു പോകുന്നവർ ദശാകാലത്തിന്റെ ദോഷം മാറ്റാനുള്ള പരിഹാര കർമ്മങ്ങൾ കൂടി ഇതിനോടൊപ്പം ചെയ്യേണ്ടതാണ്.
ഇതൊരു ഭാഗിക സൂര്യഗ്രഹണമാണ്. ഭാരതത്തിൽ ഇത് പൂർണ്ണമായി ലഭ്യമാകുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ ഇത് കുറച്ചുകൂടി ശക്തമാണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒരു വട്ടം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ വയസ്സ് എന്നിവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ആദിത്യ നാരായണ പൂജയിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടി ഉൾപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും മംഗളാശംസകൾ നേർന്നുകൊള്ളുന്നു.